പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇവിടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നടക്കുന്ന റസൽമേനിയ മാച്ചുകളുടെ പ്രഡിക്ഷൻസുകളാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം പങ്കുവയ്ക്കുന്നത് വേൾഡ് ചാമ്പ്യനായ ഗുന്തർ വിസ് ജെയൂസോ തമ്മിലുള്ള മാച്ചാണ്. എൻ്റെ പ്രഡിക്ഷൻ ജെയൂസോ വിൻ ചെയ്യുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മാച്ച് ജെഡ് കാർഗിൽ വിസ് നയോമിനാണ്. എൻ്റെ പ്രഡിക്ഷൻ ജെഡ് കാർഗിൽ ഇതിൽ വിജയിക്കുമെന്ന്. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ മാച്ച് വാർ റൈഡേഴ്സ് വിസ് ന്യൂഡേയാണ് കളിക്കാൻ പോകുന്നത്. ഇതിൽ എൻ്റെ പ്രഡിക്ഷൻ ന്യൂഡേയാണ്. ന്യൂഡേ വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻസ് ആയി മാറുന്നതായിരിക്കും നമുക്ക് റസൽമേനിയയിൽ കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ മത്സരം റെയ് മിസ്റ്റീരിയോ വിസ് എൽ ഗ്രാൻഡ് അമേരിക്കൻ എന്ന സൂപ്പർ സ്റ്റാറുമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ഈ മാച്ചിൽ എൽ ഗ്രാൻഡ് അമേരിക്കൻ ജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ മത്സരം LA നൈറ്റ് വിസ് ജേക്കബ് ഫാത്തു തമ്മിലാണ് ഈ മാച്ച് നടക്കുന്നത്. ഇതിൽ LA നൈറ്റ് വിജയിച്ച് സ്റ്റിൽ ചാമ്പ്യനായി മാറുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറാമത്തെ മത്സരം ടിഫനി സ്ട്രാറ്റണും ചാർലിൻ ഫ്ലെയറും തമ്മിലുള്ള മാച്ചാണ്. ഈ മാച്ചിൽ ടിഫനി സ്ട്രാറ്റൺ സ്റ്റിൽ ചാമ്പ്യനായി മാറുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക റസൽമേനിയയിൽ. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നിങ്ങൾ ഇനി കാണാൻ കാത്തിരിക്കുന്ന മാച്ചാണിത്. സെത്ത് റോളൻസ് വിസ് റോമൻ റെയിൻസ് CM പങ്ക് ഇവർക്കിടയിലാണ് ഈ മാച്ച് നടക്കുന്നത്. റസൽമേനിയയിൽ അവസാനത്തെ മെയിൻ ഇവൻറ്റ് മാച്ചാണ് ഇവരുടേത്. ഈ മാച്ചിൽ 50-50 ചാൻസാണ്. CM പങ്കിനും സെത്ത് റോളൻസിനും 50-50 ചാൻസാണ് ഇത് ജയിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ റോമൻ റെയിൻസിനാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത മാച്ച് ജഡ്ജ്മെൻ്റ് ടീമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ബെയർലിയും ലൈറ വെൽക്കേറിയും. ഈ മാച്ചിൽ ജഡ്ജ്മെൻ്റ് ടീം ജയിച്ച് സ്റ്റിൽ ചാമ്പ്യനായി മാറുന്നതായിരിക്കും റസൽമേനിയയിൽ കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പറയാൻ മറന്നുപോയത് രണ്ടാമത്തെ ദിവസം നടക്കുന്ന മാച്ചുകളാണ് ഇതുൾപ്പെടെ ഇനി പറയാൻ പോകുന്നത്. അടുത്ത മാച്ച് ഡാനിയൽ പ്രീസ്റ്റും ഡ്രൂ മാക്കിൻ്റയറും തമ്മിൽ നടക്കുന്ന സിംഗിൾ മാച്ചാണ്. ഇതിൽ ഡ്രൂ മാക്കിൻ്റയർ തന്നെ വിജയിക്കും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ മാച്ച് ബ്രോൺ ബ്രേക്കർ, പെൻറ്റ ഫിൻ ബാലർ, ഡൊമിനിക് മിസ്റ്റീരിയോ ഇവർക്കിടയിലാണ് ഈ മാച്ച് നടക്കുന്നത്. എൻ്റെ പ്രഡിക്ഷൻ ബ്രോൺ ബ്രേക്കർ തന്നെ വിജയിച്ച് സ്റ്റീൽ ചാമ്പ്യനായി മാറുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. AJ സ്റ്റൈൽ ലോഗൻ പോൾ തമ്മിലുള്ള മാച്ചാണ്. ഇതിൽ ലോഗൻ പോൾ തന്നെ വിജയിക്കുന്നതായിരിക്കും നമുക്ക് റസൽമേനിയയിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റിയ റിപ്ലി, ലിയോസ്ക, ബിയാക്ക ബെലാർ തമ്മിലാണ് ഈ മാച്ച് നടക്കുന്നത്. ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ ലിയോസ്ക തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മാറുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോഡി റോസ്, ജോൺ സീന തമ്മിൽ നടക്കുന്ന മാച്ചാണ് അടുത്തത്. ഈ മാച്ചിന് 50-50 ചാൻസാണ് പറയുന്നത്. എന്നാൽ ഞാൻ പ്രഡിക്ഷൻ പറയുന്നത് കോഡി റോസ് വിജയിക്കുമെന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.